Namaskaram. So we have Devu, Aryan and Surya. They are going to some of the top, what do you mean some of the top? The top national law universities in this country. Devu is heading to Nalsad, Hyderabad. Surya is heading to, Aryan. Aryan. Aryan is heading to NLSU Bangalore and Surya is heading to Nalsad. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ഏത് സ്കൂളിലാണ് എന്നാണ് പഠിച്ചത്. Let's start from there. So let me start with you here. So hi, I'm Devu. I got CLAT All India rank 51 and I studied in Saraswati Vidyalaya, Trivandrum. ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് ചൂസ് ചെയ്തത് ബിക്കോസ് എനിക്ക് കൊച്ചിലെ തൊട്ട് ദാറ്റ് മീൻസ് 6th തൊട്ട് ഐ വാണ്ടഡ് ടു ബിക്കം എ ലോയർ. സോ ഞാൻ അതിലോട്ട് ഇങ്ങനെ പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് 10th ആയപ്പോഴാണ് ഐ ഗോട്ട് ടു നോ അബൌട്ട് ക്ലാറ്റ് ആൻഡ് കരിയർ ലോഞ്ച് വാസ് ട്രിവാൻഡ്രത്തിൽ ഏറ്റവും ബെസ്റ്റാണെന്ന് ഞാൻ അറിഞ്ഞതും അങ്ങനെ വന്നതും. So one second. So you said ആറാം ക്ലാസ് തൊട്ട് you wanted to be a lawyer. Who told you? ആരാ പറഞ്ഞ? എനിക്ക് റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. ദേ സ്റ്റഡീഡ് ഇൻ അനാൽസ ആൻഡ് ഒരാൾ കേരള ലോ അക്കാഡമിയിൽ പഠിച്ചത് ആൻഡ് അവർ 3 പേരും ഇസ് ഇൻ ലോയറാണ് ഇപ്പോൾ. ആൻഡ് അത് കണ്ടപ്പോൾ തൊട്ട് ആൻഡ് മൈ മദർ ഓൾസോ സ്റ്റഡീഡ് LLB. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ഐ വാണ്ടഡ് ആൻഡ് ഐ നോ ലോ ഇസ് എ ഇൻഡിപെൻഡൻറ്റ് ഒരു ഇതായതുകൊണ്ട് I was really intrigued. So basically people around your family supported you. Wonderful. Aryan too. ഹലോ, എൻ്റെ പേര് ആര്യൻ. ഞാൻ ലക്കോൾ ചെമ്പക സ്കൂളിലായിരുന്നു പഠിച്ചത്, ട്രിവാൻഡ്രം. എൻ്റെ 10th 11th ഞാൻ ചെയ്തത് സയൻസ് സ്ട്രീം ആയിരുന്നു. സോ ബേസിക്കലി ഐ വാണ്ടഡ് ടു ബിക്കം എ ഡോക്ടർ. ലൈക്ക് അതായിരുന്നു എൻ്റെ ഒരു ട്രജക്ടറി. ലൈക്ക് ജൂനിയർ സ്കൂൾ തൊട്ട് അതായിരുന്നു ഒരു ഡോക്ടർ ആവണം. ഒരു 6th 7th 8th 9th അങ്ങനെ പോയിട്ട് 10th കഴിഞ്ഞ് ബോർഡ് എക്സാം കഴിഞ്ഞു, സ്ട്രീം സെലക്ട് ചെയ്തു. ആൻഡ് 11th ഓൾസോ ഇറ്റ് വെൻ ലൈക്ക് ദാറ്റ്. പക്ഷേ അവസാനമൊക്കെ ആയപ്പം എനിക്കൊരു ഇൻട്രസ്റ്റോ ഒരു താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഐ ലുക്ക് മോർ ഇൻ ടു ഇറ്റ്. ഞാൻ കുറച്ചുകൂടെ നോക്കി ആൻഡ് അപ്പോഴാണ് ഈ ലോ എന്നൊരു കരിയർ പാത്ത് കിട്ടിയത്. ഐ വാസ് ഓൾസോ ഇൻ ടു ഈ മറ്റേ ഡിബേറ്റ്സ് എലക്യൂഷൻസ് ഒക്കെ ഒരുപാട് ഞാൻ കോമ്പറ്റീഷൻസ് ഒക്കെ ഇത് ചെയ്യുമായിരുന്നു. അപ്പോൾ ഐ ജസ്റ്റ് വെൻ വിത്ത് ആൻഡ് അപ്പോഴാണ് ഇവിടെ CL ജോയിൻ ചെയ്തത്. ഐ ജോയിൻഡ് ഇൻ 2023 January. അപ്പം ഒരു 11 months പ്രിപ്പയർ ചെയ്തിട്ട് that's how I wrote CLAT. And So your initial plan was to be a doctor. yeah. The lawyer എന്ന് പറയുമ്പോൾ ഇപ്പം I think വീട്ടിൽ how did they react? They were okay? They were like, what is happening? Firstly they were like, എന്തുകൊണ്ടാണ് ലൈക്ക് it is surprising and confused because ഇത്രയും നാൾ ഈ ഡോക്ടർ ഇങ്ങനെ ആയിരുന്നു. ബിക്കോസ് സയൻസ് സ്ട്രീമും എടുത്തു, ഞാൻ ബയോമാത്തും ആയിരുന്നു. ബിക്കോസ് അതും ലോവും തമ്മിൽ കംപ്ലീറ്റ് ഡിഫറെൻറ്റ് ട്രജക്ടറി ആയിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ പിന്നെ പറഞ്ഞു ബിക്കോസ് എനിക്കിതായിരുന്നു കുറച്ചുകൂടി ഇൻട്രസ്റ്റ്, താല്പര്യം. അവർ ഫുള്ളി പിന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ തന്നെ വന്ന് ചേർപ്പിച്ചു. ബിക്കോസ് ഇതിനു മുമ്പ് എനിക്ക് എൻട്രൻസ് ക്ലാസ്സോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് സയൻസ് ആയാലും ഞാൻ വീട്ടിൽ തന്നെ പഠിച്ച് ഇത് ചെയ്തത്. അപ്പം Actually, lawyer is also doctors. Okay. Because in the US lawyer is something that people do after graduation. India after 12th. US it's after graduation. Law program is very JD. It's called Juris Doctors. So you are a doctor of law. So one of the parents in your family lawyers or Londo, it's like you're the first lawyer. I am the first lawyer. എൻ്റെ പാരൻസ് രണ്ടുപേരും ജേർണലിസ്റ്റ് ആയിരുന്നു. ഇപ്പം അച്ഛൻ സ്റ്റിൽ ജേർണലിസ്റ്റ്. മൈ മോം ഹാസ് ഒരു ബുട്ടീക്ക് ഉണ്ട് ഇവിടെ, ഫാഷൻ ഡിസൈനർ ദേവനിധി എന്നൊരു ബുട്ടീക്ക് ഉണ്ട് മുറിഞ്ഞപാലം. ആൻഡ് ഇവിടെ ഫാമിലിയിൽ ലോയേഴ്സായിട്ട് അങ്ങനെ കുറവാണ്. പക്ഷേ ഞാൻ മാത്രമാണ്. But at least your parents are doing some different things anyway, so it's good. Okay. Yeah. Hello everyone, my name is Surya Gayatri and I got an All India rank of 105. I study in NSS Higher Secondary School, Churakoda, Adur. Actually, I literally had no plan till my 10th. I just want to do a professional course, but that should entail with my hobbies and my interests. My hobbies particularly speaking, writing and reading. And that's how I came to law. And I really got interested into it. Even from the start of my CLAT preparation, my favorite section is legal reasoning, which particularly means law itself. And അങ്ങനെയാണ് ഒരു very long journey. പക്ഷേ now I'm really really excited. എൻ്റെ അച്ഛനും അമ്മയും എന്തെങ്കിലും ചോദിച്ചാൽ പോലും ഞാൻ പറയുന്നത് ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. And I'm very confident in my decision that I took the right path. So did you also have people in the family? Or? No, I'm a first generation lawyer. So there was a lot of chaos in my family because all my siblings are into science and engineering fields. So they also want me to take PCMB in my 11th and 12th. പക്ഷേ എന്നിട്ടും എനിക്ക് commerce with maths എടുത്താൽ മതിയായിരുന്നു. So the before
during my time, I had only two choices, doctor or engineer. I didn't like the smell of hospital, I became engineer. Okay. Annaka channa arts if I am to go tell my parents I'm studying arts, I'll be outcast. So, but then things have changed, right? But still, you have a prashnam, these issues about parents doubting, it's better to become doctor, better to become. I think it's not so much in. I was in Bombay for a long period of time now. Bombay is another craze in there. Bombay, a lot of people have CA craze. Delhi, a lot of people have, every fourth person will be a lawyer. So what, given that I think two of you have gone through this path of doing something very different and now moving, what probably would be your advice to, let's say, someone who is in 10th or 11th or even confused, studying in that, thinking about law, what knowing, എന്തായിരിക്കും ഒരു ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ഡിസിഷൻ എടുക്കുന്നത് എപ്പോഴും നമ്മളുടെ പാഷനും നമ്മുടെ ഇൻട്രസ്റ്റുമായിട്ട് അലൈൻ ചെയ്തിട്ടായിരിക്കണം. കാര്യം ഇനിയുള്ളൊരു ഫ്യൂച്ചർ സൊസൈറ്റിയിൽ ദ ഓൺലി പീപ്പിൾ ഹു ആർ ഗോയിങ് ടു എക്സൽ ഇൻ ദ പ്രൊഫഷൻ അവർ മാത്രമായിരിക്കും ദേ വിൽ ബി കൺസിഡർഡ് ഗ്രേറ്റ്. അപ്പം ഇഫ് യു വോണ്ട് ടു എക്സൽ ഇൻ എ പ്രൊഫഷൻ ദെൻ യു റിയലി നീഡ് ടു ലൈക്ക് ഇറ്റ്. അപ്പോൾ ഒരു റെസ്പെക്റ്റ് കണ്ടിട്ടോ ഒരു കോമൺ പാത്തായിട്ടോ ഒരു പാത്തിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല. ലോ ഇസ് എ വെരി വെരി ഡൈനമിക് ആൻഡ് ഓപ്പൺ ഫീൽഡ് ആൻഡ് ഈവൻ ഇഫ് യു ലുക്ക് ഇൻ ദ സൊസൈറ്റി ജുഡീഷ്യറി ഈസ് ദ മോസ്റ്റ് പവർഫുൾ ബ്രാഞ്ച് ഓഫ് ദ ഗവൺമെൻറ്. അപ്പോൾ ലോയ്ക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നോട്ട് ജസ്റ്റ് റെസ്ട്രിക്റ്റഡ് ടു ലോയേഴ്സ് ഓർ ജഡ്ജസ്, ബട്ട് ദർ ആർ മെനി അതർ ഓപ്പർച്യൂണിറ്റീസ്. ലോയ്ക്ക് നല്ല സ്ട്രഗിൾസ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് എ വെരി ഈസി പാത്ത് ആസ് മെനി പീപ്പിൾ വുഡ് തിങ്ക്, ബിക്കോസ് ക്ലാറ്റ് ഇസ് എ വെരി കോമ്പറ്റേറ്റീവ് എക്സാം. അത് ക്ലിയർ ചെയ്യണം, ടോപ്പ് ലോ സ്കൂൾസിൽ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വളരെ വൈഡ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ ഉണ്ട്, വെയർ യു ക്യാൻ എക്സ്പ്രസ് യുവർ സെൽഫ് അപ്പ്, യുവർ വോയിസ് വിൽ ബി വാല്യൂഡ്, you will have a very strong opinion. അപ്പോൾ ഒരുപാട് critical thinking കൂടും. So it's a very good field. We want more and more Mallus should be lawyers. Yes. Okay. And they should go to top law schools in this country. That's what they are saying. Let's just move on to the next sort of step. Lawyer ആകണം എന്ന് പറയുന്നത്, that is one thing. ഇവിടേക്ക് എത്തിപ്പറ്റണം എന്ന് പറയുന്നത് this will be complete different ball game. അപ്പം in your study തുടങ്ങുമ്പോഴോ എപ്പോഴെങ്കിലോ did you have doubts or it's like sure 100% sure ആണ് നമ്മൾ ടോപ്പിൽ പോകുന്നുള്ളൂ? See, I think it is a matter of self-confidence. ഇവിടെ വന്നിട്ട് തന്നെ എനിക്ക് എവിടെ പോകണമെന്ന് വെച്ചാൽ ഞാൻ പറയും എനിക്ക് NLS തന്നെ പോകണം. ബിക്കോസ് ആ ഒരു വിഷനോ ആ ഒരു ടാർഗറ്റ് ഇല്ലെങ്കിൽ പിന്നെ ഐ ഡോണ്ട് തിങ്ക് ഈ ഇത്രയും കമ്പനിയിലെ ഒരു എക്സാം എഴുതി നമുക്ക് തന്നെ ഒരു ഗോൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ആ ഒരു ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. ബിക്കോസ് എനിക്ക് ഞാൻ അത്രയും ഓവർ കോൺഫിഡൻറ്റ് ആണെന്ന് പറയുന്നത്. Like you start thinking, no, like how was it for you? ആസ് ഐ സെഡ് ബിഫോർ, എനിക്ക് കൊച്ചിനെ തൊട്ട് ആഗ്രഹമായിരുന്നു ലോയർ ആവണം എന്നുള്ളത്. ബട്ട് ക്ലാറ്റ് അങ്ങോട്ട് കയറി കരിയർ ലോഞ്ചർ കയറി എങ്ങനെ ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു എക്സാം ആണെന്ന് അറിഞ്ഞപ്പോൾ, ആൻഡ് മോക്ക് ടെസ്റ്റിനും ആദ്യമൊക്കെ ഒട്ടും മാർക്കൊന്നും ഇല്ലായിരുന്നു. എത്രയായിരുന്നു? എനിക്ക് തുടക്കത്തിൽ 66 ആയിരുന്നു, പിന്നെ ഒരൊറ്റ ഇങ്ങനെ ഡൗൺഫോൾ ആയിരുന്നു, 49 വരെ താഴോട്ട്. പിന്നെ കുറച്ചിങ്ങനെ 49 നിന്നു, പിന്നെയാണ് ഗ്രാജുവലി സ്റ്റാർട്ടഡ് ഇൻക്രീസിങ്. സോ അപ്പം ഓരോ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോഴും ഐ ആം വർക്കിംഗ് ഹാർഡ്, ബട്ട് എനിക്ക് റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല. സോ ഐ ഡൗട്ട് മൈസെൽഫ്, ആം ഐ കാർവ്ഡ് ഔട്ട് ഫോർ ദിസ്? ഞാൻ ലോയ്ക്ക് ബെസ്റ്റ് ആണോ? ഒരുപാട് പ്രാവശ്യം ഡൗട്ട് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ആരെന്ത് ചോദിച്ചാലും ഐ ഓൾവേസ് സേ, നമുക്ക് ഒരാൾ വേണം, നമുക്കൊന്ന് വെൻറ്റ് ചെയ്യാൻ. വി നീഡ് സം. അതുകൊണ്ട് ഐ ഹാഡ് രാജി മാം ഫ്രം CL Trivandrum ഹിയർ. ഐ ക്രൈഡ് ഔട്ട് ഫോർ ഞാൻ കരഞ്ഞ് ഓരോ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോഴും ഞാൻ വന്ന് കരയും. ആൻഡ് തന്നെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് പോലെ തിരിച്ചു പോകും. സോ ഡൗട്ടെന്ന് വെച്ചാൽ ഭയങ്കര ഡൗട്ടായിരുന്നു. ബിക്കോസ് ഇത് ശരിയാണോ, ലൈക്ക് ഞാനിനി വേറെ എന്തെങ്കിലും പാത്ത് നോക്കണം. ബിക്കോസ് ഐ ഹാഡ് നോ ബാക്കപ്പ് പ്ലാൻസ്. എനിക്ക് കൊച്ചിയിൽ തൊട്ടേ ലോ ആയിരുന്നു. അപ്പോൾ ഇനി ഇത് അല്ലെങ്കിൽ എനിക്ക് വേറെ വഴിയില്ല. ബാ ഡൗട്ട് ചെയ്തിട്ടുണ്ട്. Aryan ആണെങ്കിൽ surely Aryan was confident from the beginning. Aryan was like Aryan is a pad. ലോ വേണം എന്ന് തീരുമാനിച്ചപ്പോൾ ഐ വാസ് പ്രെറ്റി കോൺഫിഡൻറ്റ്. കാര്യം എല്ലാവരും പറയുന്ന ഏറ്റവും ടഫസ്റ്റ് എക്സാംസ് നീറ്റ് ആൻഡ് JEE. അപ്പോൾ മറ്റുള്ള എക്സാംസ് ഒക്കെ വളരെ ഈസിയാണ് എന്ന് പറഞ്ഞാണ് വരുന്നത്. പക്ഷേ ഫസ്റ്റ് മോക്ക് സ്കോർ വാസ് 40. എൻ്റെ 60 ഒന്നും അല്ല 40. അപ്പോൾ
അത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലായി ഇത് അത്ര പറ്റുന്ന പരിപാടിയല്ല. അങ്ങനെ കുറേ വർക്ക് പിന്നെയും ഐ സ്റ്റിക്ക് ഓൺ ടു ഇറ്റ് ബിക്കോസ് എൻ്റെ സ്ട്രീം ചേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ഇനി ഒരു ഓപ്ഷൻ ഞാൻ ലോയിൽ തന്നെ ഉറച്ചു നിന്നു. പിന്നെയും സ്കോർ താഴ്ന്നുകൊണ്ട് നിന്നപ്പം ഐ വാസ് റിയലി അൺകോൺഫിഡൻറ്റ്. ഐ ഈവൻ ഡൗട്ട് മൈ സെൽഫ് ലൈക്ക് വെദർ ദിസ് വാസ് എ റൈറ്റ് പ്രൊഫഷൻ. പക്ഷേ വെൻ ഐ ആസ്ക് മൈ ഫാദർ ഹി സെഡ് എല്ലാത്തിലെത്താനും കുറേ ഹാർഡ് വർക്ക് എടുക്കും, അത് വളരെ സ്ലോ ആൻഡ് ഗ്രാജുവൽ പ്രോസസ്സാണ്. ഈ എത്തി നിൽക്കുന്ന ടോപ്പേഴ്സും എല്ലാം ഈ ഒരു സ്റ്റേജിലൂടെ തന്നെ കടന്നു പോയതാണ്. സോ യു റിയലി നീഡ് വിൽ പവർ, യു നീഡ് സെൽഫ് കോൺഫിഡൻസ്. ബിക്കോസ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരാൾ പുഷ് ചെയ്തുകൊണ്ടോ ഒന്നും നമുക്ക് എത്താൻ പറ്റില്ല. ഇറ്റ്സ് ഓൺലി ദ ഫയർ ഇൻസൈഡ് യു ദാറ്റ് കെൻ ടേക്ക് യു ടു ദ ടോപ്പ് സ്കൂൾസ്. അപ്പോൾ ആ ഫയർ ഉണ്ടായിരുന്നു. ഈവൻ ടു ദ ലാസ്റ്റ് ഡേ ഓഫ് മൈ ക്ലാസ്, December 9th വരെയും ഐ ഡൗട്ടഡ് മൈ സെൽഫ്. വേറൊരു എനിക്ക് പ്ലാൻ ബി വരെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഐ ക്യാൻ കോൺഫിഡൻ്റ്ലി സേ ലോ ഇസ്. On hindsight, you can also look at this and say that a lot of things work. So one of the, you talked about mock tests, okay? You talked about, so I just want to ask you, you know, 12th level, okay? You at school neglect ചെയ്തോ അതോ രണ്ടും neglect ചെയ്ത് സമ്മതിച്ച് കാണത്തില്ല ഈ പാരൻസ്? neglect സ്കോർ സ്കൂൾ 12th നല്ല മാർക്ക് തരണോ? 12th ഞാൻ ശരിക്കും ഡിസംബർ കഴിഞ്ഞിട്ട് പഠിച്ചാലും നമുക്ക് നല്ല സ്കോർ വരുമല്ലോ. ഒരു 3 months പിന്നെ ഒന്നും ടെൻഷനൊന്നും ഇല്ല, യുവർ കരിയർ ഇസ് സോർട്ടഡ് എന്നുള്ള രീതിയിൽ. ശരിക്കും ഞാൻ സ്കൂളിൽ വലുതായിട്ട് ഫോക്കസ് ചെയ്തിട്ടില്ല. ക്ലാറ്റ് തന്നെയായിരുന്നു പ്രൈമറി. കേൾക്കാം ഇത് ഓക്കെ. സോ ക്ലാറ്റ് ഇൻ ഡിസംബർ വരെ ഫുൾ ഫ്ലെജ് ആയിട്ട് ക്യാറ്റ് നോക്കി, എന്നിട്ട് ഓക്കെ ദെൻ After my December only I started studying for school. Actually it's possible. In my school when they give me homeworks I used to finish it before going to my school, going to my home. വീട്ടിൽ വന്നാൽ ക്ലാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്കൂളിൽ വെച്ചിട്ട് തന്നെ തരുന്ന വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ. So you are studying, na? Yes. I was studying, പക്ഷേ എക്സാംസിന് വളരെ that's okay. So let's clarify. There's either sometimes people take selective this one. So what she did was the homework that she got in school, she completed in the school. So when I'm completing homework, I'm studying only, no? So she was literally, practically, actually studying at school. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് she studied class. So when she said that December വരെ ഒന്നും ചെയ്തില്ല, she was studying in school. Okay. So if you want to 12th അവസാനം എത്ര മാർക്ക്? I was in state and I got 99%. State 99%. Okay, once again, December കഴിഞ്ഞിട്ട് she did not start. She was studying in school. എല്ലാ ക്ലാസ്സിലും No, ലീവ് ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ആക്ച്വലി 2 weeks ഓടുമ്പോൾ 1 to 2 days ഞാൻ ലീവ് എടുക്കുമായിരുന്നു സ്കൂളിൽ. Okay, 99% she is going to Nalsa. പിള്ളേർ പറയും, ആൾക്കാർ പറയും, we can't manage everything together. We can manage, no? We can manage. അതിനൊരു കറക്റ്റ് പ്ലാൻ ആൻഡ് ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അൺപ്ലാൻഡ് ആണെങ്കിൽ അതൊക്കെ നമുക്ക് ആര്യൻ്റെ കഥ കേൾക്കാം. What school was? ഇത്രയും പ്ലാൻഡ് കഥയൊന്നുമല്ല. നോ, സോ ഞാനാണെങ്കിൽ ഞാൻ 11th വരെ എനിക്ക് ഈ ക്ലാറ്റ് എന്ന് പറഞ്ഞ എക്സാം ഉള്ളതാരും എനിക്ക് അറിയത്തില്ലായിരുന്നു. 11th സയൻസ് ഒക്കെ ആയിരുന്നു. ആൻഡ് ലൈക്ക് ഇന്ന് പ്രെപ്പ് തുടങ്ങിയത് ഞാൻ 12th തന്നെയായിരുന്നു. അപ്പം ഈ ഒരു സൈഡിൽ ICSE, ഞാൻ ISC സ്ട്രീമാണ്, ISC സയൻസ് സ്ട്രീം. അപ്പം കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ് ഉണ്ട്. അപ്പം ഞാനാണെങ്കിൽ 12th ആയപ്പം മാത്സ് ഇസ് ഓപ്ഷൻ ഫോർ മീ. അപ്പം ഞാൻ മാത്സ് ഡ്രോപ്പ് ചെയ്തിട്ട് ആ സമയത്ത് ക്ലാറ്റ് ഇരുന്ന് പഠിക്കുമായിരുന്നു. ലൈക്ക് ആ ഒരു ഗ്യാപ്പിൽ തന്നെ, ആ ഒരു പീരിയഡ് ഗ്യാപ്പിൽ നമ്മൾ ക്ലാറ്റ് ഇരുന്ന് പഠിച്ചിട്ട് ബാക്കി 3 എങ്ങനെയൊക്കെയോ എത്തിച്ച് ഐ മീൻ ബേസിക്കലി ക്ലാറ്റ് ആയിരുന്നു 75. സോ പക്ഷേ എൻ്റെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവർക്കിത് അറിയായിരുന്നു. ലൈക്ക് സ്കൂൾ ടീച്ചേഴ്സ് തന്നെ അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ ലൈക്ക് ഫുള്ളി ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത് ജാനുവരിയിലും ഫെബ്രുവരിയിലാണ് എക്സാം. ജാനുവരി തന്നെയാണ് മൊത്തം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് തന്നെ. പക്ഷേ ക്ലാറ്റ് ആയിരുന്നു ഫുള്ളി. ആ ഒരു വർഷം മുതൽ എനിക്ക് ലൈക്ക് നമുക്ക് പഠിക്കാൻ തോന്നുന്നെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് വേണ്ടേ സ്വന്തമായിട്ട്. അത് എനിക്ക് സ്വന്തമായി ഇൻട്രസ്റ്റ് ഒരുപാട് തോന്നിയത് ഈ GK ആയാലോ അല്ലെങ്കിൽ ലീഗൽ ആയാലും ഇങ്ങനെ ക്വസ്റ്റ്യൻ ബുക്കിൽ ചെയ്ത് ആ ഒരു ഇതിനകത്ത് ഒരു കഥയുണ്ട്. I'm just telling you, I'm not psyching you, okay, but I'm just telling you, okay, is that നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുമ്പോഴത്തേക്കും your 12th marks is always going to be there. Okay, for example, for some reason ആര്യൻ തീരുമാനിച്ചു ലോ കഴിഞ്ഞിട്ട് MBA എടുക്കണം. Okay, a lot of people do it. എന്നാൽ ഈ MBA എടുക്കാൻ പോകുമ്പോഴത്തേക്കും always I am start looking at your 12th marks. Okay,
അപ്പം എന്നാൽ ഇത് നമ്മുടെ 12th മാർക്ക് ഇഫ് ഐ തിങ്ക് you're just saying, I'm just saying, not that you are here, which is nice, na? So you are here, you're nice place. I think it's always safer, better that you take care of your 12th. Okay, safe for the better. But നമ്മുടെ കഥ 12th കഥ ബട്ട് ലൈക്ക് അതാ ഈ ലൈക്ക് നമ്മളൊരു കരിയർ പാത്ത് 10th തന്നെ ഇത് ചെയ്ത് വെച്ചാൽ ലൈക്ക് നമുക്ക് ഇഷ്ടമുള്ള സ്ട്രീം എടുത്ത് അല്ലെങ്കിൽ അതാ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ബേസിക്കലി നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഹോംവർക്ക് ചെയ്തില്ല. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻ. സോ ഞാൻ 11th കരിയർ ലോഞ്ചർ ജോയിൻ ചെയ്തെങ്കിലും ഞാൻ ശരിക്കും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് 12th ഒരു ജാനുവരി ഫെബ്രുവരി ആയപ്പോഴാണ്. 11th സ്കൂളിൽ എക്സ്ട്രാ കരിക്കുലേഴ്സ് ആയിട്ട് നടന്നു. 12th പഠിക്കണം എന്ന് വിചാരിച്ച് 12th ക്ലാസ്സിലൊന്നും കയറിയില്ല, എക്സ്ട്രാ കരിക്കുലേഴ്സ് ആയിട്ട് നടന്നു. അതിന് മൊത്തത്തിലൊരു തിരിമറിയായിരുന്നു. സാറ്റർഡേ സൺഡേ ഇവിടെ വന്ന് കരിയർ ലോഞ്ചറിൽ നിന്ന് പഠിക്കുന്നതല്ലാണ്ട് ക്ലാറ്റ് നോക്കുന്നത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. കാരണം സെപ്റ്റംബറിൽ ഹാഫ് ഇയർലി എക്സാം അങ്ങനെയൊക്കെ വന്ന് ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പ്രഷറാണ്. സ്കൂളിൽ എക്സാം പാസ്സാവണം, പാസ്സായില്ലെങ്കിൽ തീർന്നു, നല്ല മാർക്ക് വാങ്ങിക്കണം അങ്ങനെ. ബട്ട് ഞാൻ നവംബറിൽ ഞാൻ ഒരു 1 month ഫുൾ ലീവ് എടുത്തു. ആൻഡ് ഐ വാസ് ഇൻ കരിയർ ലോഞ്ചർ ഡേ ആൻഡ് നൈറ്റ് ഫുൾ ഡേ ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു. ഫുൾ ഒരു 1 month ഇരുന്നു പഠിച്ചു. സെപ്റ്റംബറിന് ശേഷം ഞാൻ പിന്നെ സ്കൂൾ നോക്കിയിട്ടില്ല. ഞാൻ നവംബറിൽ മോഡൽ എക്സാം എഴുതിയിട്ടില്ല. അതിന് ടീച്ചേഴ്സ് എന്നെ എന്നും വൈസ് പ്രിൻസിപ്പൾ ഇവിടെ വിളിച്ചിട്ട് പറയുമായിരുന്നു, വാട്ട് ആർ യു ഡൂയിങ് ദേവു, കം ടു സ്കൂൾ. Vice principal. Now you can tell vice principal. See, where she is. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. സോ എനിവേ നവംബറിൽ ഫുൾ മന്ത് ലീവ് എടുത്തു, ഇരുന്ന് പഠിച്ചു ആൻഡ് കിട്ടി. പിന്നെ ഞാൻ 12th പഠിക്കാൻ തുടങ്ങിയത് ജാനുവരി. സെയിം ആര്യൻ്റെ സെയിം ജാനുവരി തൊട്ട് പഠിക്കാൻ തുടങ്ങി. 94.8. 94.8 Ritish. ഇതൻ കണ്ടിട്ട് ആര്യൻ്റെ. So you can't be 94. I'm sure that you would have done some studies, little bit class in you would have done something. ക്ലാസ്സിൽ ഞാൻ ലൈക്ക് ചില ക്ലാസ്സിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. ഞാൻ ബാക്കിയൊക്കെ ഞാൻ എക്സ്ട്രാ കരിക്കുലേഴ്സിനായിട്ട് യൂത്ത് ഫെസ്റ്റ്, സ്പോർട്സ് ഡേ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ നടന്നു. ഇറ്റ് വാസ് ഹാർഡ് ഫോർ മീ. ഞാൻ 2 months കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചു. So anyway, the point about കഴിഞ്ഞാൽ it's possible to manage both. Possible because I've seen the trend that I've seen, കേരളത്തിലെ trend which I don't see somewhere else in this country. ഇപ്പോൾ ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാറ്റ് എന്ന് വെച്ചാൽ ഈ 12th ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലിരുന്ന്, ഐ തിങ്ക് ദാറ്റ് ഈസ് നോട്ട് നീഡഡ്. ആക്ച്വലി വീട്ടിലിരുമ്പത്തേക്ക് ഐ തിങ്ക് ദ പ്രോബ്ലം ഇസ് വെൻ യു നമ്മൾ if you have a lot of time, we'll also have a lot of time to think. And you only think nonsense. Okay, you only worry. So because you have lot of many stuff to do, but effective preparation, no, I think so that's what I would recommend. So law, I think it is better to start deciding all these things in 10th only, I think. Yeah. 11th at the birthday, I think it's a good time. All right, so let's move on to the law journey. What do you think helped you the most, or ഇതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ചസ് എവിടെയായിരുന്നു? ഹൗ ഡിഡ് യു സോർട്ട് ഓഫ് ഓവർകം? എന്തായിരുന്നു, ഏത് ഏരിയ ആയിരുന്നു? എനി സ്പെസിഫിക് ഏരിയ വാസ് ചലഞ്ച്? സോ ഫോർ മീ തുടങ്ങിയ സമയത്ത് ക്വാണ്ട്, GK ആൻഡ് ലോജിക്കൽ. സോ കഴിഞ്ഞ ക്ലാറ്റ് എല്ലാം തീർന്നല്ലോ. സോ ക്വാണ്ട്, മാത്സ്, ഐ ഹേറ്റഡ് മാത്സ്, ഐ സ്റ്റിൽ ഹേറ്റ് മാത്സ്. ഞാൻ മാത്സ് എടുക്കാതിരിക്കാനും കൂടെയാണ് മെയിൻലി ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തത്. സോ ക്ലാറ്റിൽ മാത്സ് ഉണ്ടെന്ന് അറിഞ്ഞത് നല്ലൊരു അടിയായിരുന്നു എനിക്ക്. ആൻഡ് മാത്സ് ഞാൻ ഒരുപാട് ചെയ്ത് നോക്കിയിട്ടും എനിക്ക് ശരിയാവുന്നില്ലായിരുന്നു. ബട്ട് പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ബേസിക്സ് ഒട്ടും ശരിയല്ല എന്ന്. സോ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് മൈ ബേസിക്സ്. അത് ശരിയാക്കിയതിന് ശേഷം മാത്സ് സ്റ്റാർട്ടഡ് ഇംപ്രൂവ്. ബട്ട് ലോജിക്കൽ വാസ് ആൻഡ് സ്റ്റിൽ വാസ് എ പ്രോബ്ലം അറ്റ് മൈ ക്ലാറ്റ് എക്സാം. അതെങ്ങനെയോ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. GK ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതിനെക്കാട്ടും ഡിഫറെൻ്റ്ലി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അതായത് ഞാൻ ജസ്റ്റ് നോട്ട് എഴുതി, ഐ ഡിഡൻറ്റ് റിവൈസ്. ഞാൻ നോട്ട് എഴുതി പൊയ്ക്കൊണ്ടിരുന്നു. ബട്ട് ഐ സ്റ്റാർട്ടഡ് ക്വിസിങ് മൈ സെൽഫ്. ഗ്രൂപ്പായിട്ട് സ്റ്റഡി ചെയ്ത് ക്വിസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്തപ്പം GK ഇംപ്രൂവ്. Okay, so you had struggles, but sort of you managed. എനിക്കും ക്വാണ്ട് ആയിരുന്നു ആദ്യം. ക്വാണ്ട് എന്തായാലും മസ്റ്റായി ചെയ്യണം, ലൈക്ക് ഒന്നും വിടാൻ പാടില്ല ഈ ഒരു എക്സാമിൽ. സോ ക്വാണ്ട് ആയിരുന്നു ആദ്യം. ക്വാണ്ടും ലോജിക്കലും ഇച്ചിരി പണിയായിരുന്നു എനിക്ക്. പിന്നെ എല്ലാം ഓൾമോസ്റ്റ് ഡൂവബിൾ ലെവൽ എത്തി. ലൈക്ക് ആ ഒരു മോക്ക് എഴുതി യു വിൽ ഗെറ്റ് ടു എ സ്റ്റേജ് വെയർ ഇറ്റ്സ് ഫൈൻ, വാട്ട് എവർ കംസ്. ലൈക്ക് കിട്ടി. ആൻഡ് ലൈക്ക് ആ ഒരു പേടിയൊക്കെ പിന്നെ പോയി. അപ്പം ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നി. ബിക്കോസ് കമ്പാരിറ്റീവ്ലി ഞാൻ സയൻസ് സ്ട്രീമിൽ പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഈ നീറ്റും JEE ഒക്കെ ബുക്കും കൊണ്ടുവരുന്നത്. അതൊക്കെ കണ്ട് എനിക്ക് ഇംഗ്ലീഷ് മാത്രമല്ല പഠിക്കാൻ പറ്റും. അതുകൊണ്ട് അതിലായിട്ടൊന്നും ഇറ്റ് ഡിഡ്ന്റ് ഫേസ് മീ അത്രയും. സോ ഇറ്റ് വാസ് റിലേറ്റീവ്ലി ഈസി എക്സാം ഐ വുഡ് സേ ഫോർ മീ, ലൈക്ക് ക്ലാറ്റ്. പക്ഷേ ബിക്കോസ് എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നപ്പം. ബട്ട്
ക്വാണ്ടായിരുന്നു കുറച്ചുകൂടെ ഒരു ചാലഞ്ചിങ്. എനിക്ക് 2 കാര്യങ്ങളാണ് ഏറ്റവും സ്ട്രഗിൾസ് ആയിട്ട് തോന്നിയത്. ഒന്ന് ടൈം മാനേജ്മെൻറ്റ്, അതായത് ഏറ്റവും വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഐ വേസ്റ്റ് മോർ ടൈം because of which there is some problem with my time management. The other one is of course logical reasoning, and I manage my time management by 2 things. Number one is increasing the reading speed, which I did by timing whatever I read. അപ്പം എഡിറ്റോറിയലൊക്കെ വായിക്കുമ്പോൾ ടൈം വെച്ച് വായിക്കുമ്പോൾ ടൈം മാനേജ്മെൻറ്റ് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ലോജിക്കൽ റീസണിങ് ഐ ടോക്ക് CR Nuggets പ്രോഗ്രാം, ആൻഡ് അത് ഹെൽപ്ഫുൾ ആയിരുന്നു. ലാസ്റ്റ് CR Nuggets ക്രിട്ടിക്കൽ റീസണിങ് ഭയങ്കര സ്ട്രോങ് സെക്ഷനായിട്ട് മാറി. ഈ മോക്ക് സ്കോർ കൂടി വന്ന് ഒരു സഡൻ ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ വിഷമാവും. ദ ഓൺലി തിങ് വിച്ച് ഐ വുഡ് സേ ഇസ് അത് ആലോചിച്ചുകൊണ്ടിരുന്ന് 2 ദിവസം കളയുന്നതിന് പകരം നെക്സ്റ്റ് മോക്ക് ഉടനെ എടുക്കുക. ആൻഡ് ഐ ഹാഡ് മോക്ക് കോപ്പീസ്. അതിനകത്ത് എന്ത് മിസ്റ്റേക്സ് പറ്റിയാലും ഐ യൂസ് ടു റൈറ്റ് ഡൗൺ, എന്നിട്ട് അത് റിവൈസ് ചെയ്തിട്ട് മാത്രമേ അടുത്ത മോക്ക് എടുക്കാറുണ്ടായിരുന്നുള്ളൂ. സോ അങ്ങനെയാണ് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നത്. ഈവൻ ക്ലാറ്റിൻ്റെ ലാസ്റ്റ് വീക്കിൽ പോലും സ്കോർ സഡൻ ഡ്രോപ്പ് ആയിരുന്നു. സോ അതൊരു ഇഷ്യൂ ആയിരുന്നു. ക്വാണ്ടിറ്റേറ്റീവ് എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നൊരു സെക്ഷനായിട്ട്. ഇറ്റ് വാസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സെക്ഷൻ. എനിക്ക് ലോജിക്കൽ റീസണിങ് ആൻഡ് GK വാസ് എ പ്രോബ്ലം. GK സ്ലോലി ഭയങ്കര സ്ലോലി ആയപ്പോഴത്തേക്ക് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് there was a small rise. I think that you guys will also agree that mock is very important, no? Very, very. Most important. Most important. Mock, a lot of people don't write. Syllabus വന്നിട്ട് I think day 1 തൊട്ട് മോക്ക് എഴുതി തുടങ്ങണം. First. Yeah, mocks are the most important part of CLAT prep. എൻ്റെ അഭിപ്രായം. ബിക്കോസ് ഇതൊരു ഒരു നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചൊന്നും എഴുതുന്ന എക്സാം അല്ലല്ലോ. ഇതൊരു ആപ്റ്റ്യൂഡ് ബേസ്ഡ് എക്സാം ആണ്. അപ്പം നമുക്ക് എത്രയോ എക്സ്പോഷർ കിട്ടുന്ന അത്രയും നല്ലത്. ദർ ഇസ് നോ സെറ്റ് സിലബസ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഏത് ഇയർ വേണമെങ്കിലും മാറാം, എങ്ങനെ വേണമെങ്കിലും വരാം. ആൻഡ് നമ്മളത് അത്രയും പ്രാക്ടീസ് ചെയ്ത് അത്രയും യൂസ് ടു ആയാലേ നമുക്ക് നമ്മളൊരു ക്രിക്കറ്റ് മാച്ച് കളിക്കാൻ പോയാൽ ഈ ട്യൂട്ടോറിയൽ നോക്കി പഠിച്ചിട്ട് പോയാൽ ശരിയാവും. നമ്മൾ എന്നും നെറ്റ് പ്രാക്ടീസ് ചെയ്യണ്ടേ. അതേപോലെ ദാറ്റ്സ് വാട്ട് ഐ ആം സെയിങ്. സോ മോക്ക് എഴുതി പോയാലേ വൺസ് യു ഗെറ്റ് ദെയർ എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും ബൗൺസർ വന്നാലോ എന്ന് വന്നാലും യു വിൽ ഏബിൾ ടു മാനേജ് ഇറ്റ്. സോ ദാറ്റ്സ് മോക്സ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ആൻഡ് മോക്ക് അനാലിസിസ്. നിങ്ങളുടെ ലാസ്റ്റ് നമ്മൾ തീർക്കുന്നത് നിങ്ങളുടെ ഈ ജേർണിയിൽ ആരാണ് സപ്പോർട്ട്, മാക്സിമം സപ്പോർട്ട്? പാരൻസ്, ടീച്ചേഴ്സ്, ആരെവിടെ ആരൊക്കെയാ? യു വോണ്ട് ടു ഷൗട്ട് ഔട്ട് ടു എനിവൺ? Shout out to Raji ma'am, of course. CL Trivandrum faculty, Raji ma'am. She was the only one. എനിക്ക് പാരൻസിൻ്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് ക്ലാറ്റ് കിട്ടുന്നില്ല, ശരിയാവുന്നില്ല എന്ന് പറഞ്ഞാൽ ദേ സ്ട്രെസ്ഡ് ഔട്ട്. ഇത്രയും പൈസ കൊടുത്ത് ഇവിടെ കൊണ്ടാക്കിയിട്ട് ഇനി ഇതും ചെത്താവുന്നില്ല എന്ന് പറഞ്ഞാൽ ഇനി എന്ത് ചെയ്യാൻ? എനിക്ക് അവിടെ പറയാൻ പറ്റത്തില്ല. അവസാനമൊക്കെ ആയപ്പോൾ മാത്രമാണ് ജസ്റ്റ് ഒന്ന് കരഞ്ഞാണിച്ചു ഒന്ന് വിട്ടു. ബട്ട് കംപ്ലീറ്റ് വിഷമോ എല്ലാം വാസ് രാജി മാമിൻ്റെ അടുത്തായിരുന്നു. എനിക്കറിയത്തില്ല, അങ്ങനത്തെ ഒരാൾ എല്ലാവർക്കും വേണമെന്നാണ്. ബിക്കോസ് നമ്മൾ ഉള്ളിൽ വെച്ച് നമ്മൾ കംപ്ലീറ്റ്ലി അത് സ്ട്രെസ്ഡ് ഔട്ട് ആയിപ്പോൾ. സോ വെൻറ്റ് ചെയ്യണം. പിന്നെ പാരൻസ് വാസ് സപ്പോർട്ടിങ് മീ. ബിക്കോസ് നവംബറിൽ ഫുൾ സ്കൂളിൽ നിന്നൊക്കെ ലീവ് എടുക്കാൻ ഐ ഡോണ്ട് തിങ്ക് മെനി ഓഫ് ദ പാരൻസ് സമ്മതിക്കും എന്നുള്ളത്. എൻ്റെ പാരൻസിൽ വളരെ ചില്ലായിരുന്നു. സ്കൂൾ പഠിച്ചാൽ മതി, ക്ലാറ്റ് കിട്ടുവാണെങ്കിൽ. അവിടെ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, എന്നാലും ക്ലാറ്റ് കിട്ടുവാണെങ്കിൽ സ്കൂൾ പയ്യെ പഠിച്ചാൽ മതി എന്നുള്ളത്. സോ പാരൻസ് ഭയങ്കര ഗ്രേറ്റ് സപ്പോർട്ടായിരുന്നു. പിന്നെ ഇവിടെ വിഷ്ണു സാർ, മൃദുൻ സാർ മെൻറ്ററിങ്, അത് ഞാൻ വേറൊരു കോച്ചിങ് ക്ലാസ്സിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. ബട്ട് അവിടെ നിന്ന് ഞാനിങ്ങനെ മെൻറ്ററിങ് കണ്ടിട്ടില്ല. നമ്മൾ മോക്ക് അനാലിസിസ് കൊണ്ട് ചെന്നാൽ നമുക്ക് എന്താണ് നമ്മുടെ മിസ്റ്റേക്ക്, ഏത് സെക്ഷനിലാണ് നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് ആ പറഞ്ഞു തരുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ വളരെ നല്ല സപ്പോർട്ടായിരിക്കും. ഷൗട്ടൗട്ട് കൊടുക്കണമെങ്കിൽ കുറേ പേരുണ്ട്, ലിസ്റ്റ് എടുക്കണം. ബിക്കോസ് എനിക്ക് ഒരുപാട് ഇവിടെ നവംബർ തൊട്ട് ഞാൻ ഇവിടെ തന്നെയായിരുന്നു. എനിക്ക് ക്ലാസ്സിൽ സ്കൂളിലൊന്നും പോയില്ല. നവംബർ തൊട്ട് CLA തന്നെയായിരുന്നു. അപ്പം ഇവിടെ നിന്ന് ഹെൽപ്പ് ചെയ്ത വന്ദനയൊക്കെ ഉണ്ടായിരുന്നു, ദൈവം ഉണ്ടായിരുന്നു, പിന്നെ നിരുപം, ഗൗതം, സ്റ്റുഡൻസ് ഇവിടെ തന്നെ, ഋഷി, മാഹി ഇവിടെ തന്നെയായിരുന്നു. കുറേ പേര് ഇവിടെ തന്നെ. സീരിയസ്ലി സ്കൂളിലൊന്നും പോയി ലഞ്ച് ഇവിടെ കഴിച്ച് രാത്രി ആകുമ്പോൾ വീട്ടിൽ പോകും. രാവിലെ ആകുമ്പോൾ കണ്ണുറന്ന് ഇവിടെ വരിക, രാത്രി ആകുമ്പോൾ വീട്ടിൽ പോയി ഉറങ്ങും. ദാറ്റ്സ് ഇറ്റ്. ബേസിക്കലി അതായിരുന്നു. ഒരു 10 hours ഒക്കെ ഇവിടെ തന്നെ ആയിരുന്നു. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് അങ്ങനെ മോക്ക് എഴുതി സമയം പെട്ടെന്ന് പോകും. പക്ഷേ അപ്പോൾ അങ്ങനെ ഇവിടെ ഉള്ള ഫ്രണ്ട്സും പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ്, രാജീവ് മാം ആയാലും പിന്നെ ആനന്ദ് സാർ ആയാലും, അപ്പോൾ അങ്ങനെ കുറേ പേരുണ്ട്. നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ്, പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, അവർ ഒക്കെ ഭയങ്കര ഇത് കിട്ടിയ ഉടനെ തന്നെ ഇവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ കരിയറിലൊരു പോസ്റ്റൊക്കെ ഇട്ടു. എല്ലാവരുടെ സ്റ്റോറിയിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. സോ ഇംബൂപ്പി എന്നാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ലവീസ് ഡവീസ്, അവരൊക്കെ. സോ ഷൗട്ട് ഔട്ട് ടു ദം. വി ആർ വാച്ചിങ്. ലവ് യു ഗൈസ് സോ മച്ച്. അനാഫ്രിക് യൂട്യൂബ്. എനിക്ക് ഫസ്റ്റ് എൻ്റെ പേരൻസിനോടാണ്, എൻ്റെ അച്ഛനും അമ്മയും. ലവ് യു ഗൈസ്. അപ്പോൾ എൻ്റെ അച്ഛൻ ഭയങ്കര സപ്പോർട്ടാണ്. എന്തൊരു മോക്ക് ചെയ്താലും എന്നെ വിളിച്ച് ചോദിക്കും വാട്ട്സ് യുവർ സ്കോർ, എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ഹി വാസ് ഇൻ ടു ദ ക്ലാറ്റ്. അതായത് മറ്റുള്ള ഒരാൾക്ക്
ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ വരെയുള്ള രീതിയിൽ ക്ലാറ്റിനെ പറ്റി മനസ്സിലായി. ദെൻ മൈ മദർ സൈലൻറ്റ് സപ്പോർട്ടർ, ദെൻ കരിയർ ലോഞ്ചർ ആൻഡ് ദ മെൻറ്റേഴ്സ്. ബിക്കോസ് ക്ലാറ്റിന് വെറുതെ മോക്സോ മെറ്റീരിയൽസോ ഉണ്ടായെന്ന് വെച്ചിട്ട് ഒരു വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അതിന് സ്പെസിഫിക് ആയിട്ട് അതെങ്ങനെ യൂസ് ചെയ്യണം, അത് കറക്റ്റ് എപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു ക്ലിയർ സ്ട്രാറ്റജി അത് വേണം. പിന്നെ ലോജിക്കലിനൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിവിടെ വന്ന് മീറ്റ് ചെയ്യായിരുന്നു വിഷ്ണു സാറിനെയും മിഥുൻ സാറിനെയും ഒക്കെ. പിന്നെ തേർഡ് ഓഫ് കോഴ്സ് മൈ സ്കൂൾ, എനിക്കത് പറയണം. ദേ വർ ദെയർ. ഞാൻ ഇതുപോലെ ലീവ് എടുത്തിരുന്നു നവംബർ മന്ത് മൊത്തം. അപ്പോൾ എൻ്റെ സ്കൂളിൽ എന്നെ ഫുൾ സപ്പോർട്ടായിരുന്നു. എൻ്റെ ക്ലാസ് ടീച്ചർ, കറൽ ടീച്ചർ, എനിക്ക് ഫസ്റ്റ് പറയണം, ഷീ ഭയങ്കര സപ്പോർട്ട്. ഇപ്പോൾ തന്നെ ക്ലാറ്റിൻ്റെ അലോട്ട്മെൻറ്റ് തീരുമ്പോൾ പോലും എവറി ഡേ മെസ്സേജിങ്, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ. അപ്പം ഒരു ട്രെമൻഡസ് സപ്പോർട്ട് ഫ്രം മൈ സ്കൂൾ. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി എ വെരി Holistic. yes, everybody. I need to thank everybody then. I know. So wonderful. I think this is a testimony to their hard work and all the people that were around them. And of course, the little bit of luck that happened on the way. But one of the things that എനിക്ക് what can ഈ ഒരു ഡിസ്കഷനിൽ my takeaway that is common with all of them is that not giving up and fighting and being optimistic, and whatever is the trouble and struggle that happens, you continue to put in their effort, and that's why they are where they are. I wish you the very best. Thank you so much, and hopefully we'll see you soon. Yeah. Thank you.